ഞാൻ പറഞ്ഞ കേസ് ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത്. മെനഞ്ഞാന്ന് ICSൽ അദ്ദേഹം എടുത്തൊരു സ്റ്റേറ്റ്മെന്റ് രണ്ടർത്ഥത്തിൽ അതിന് റെലവൻസ് ഇല്ല എന്നാണ്. ഒന്ന്, ICSനെ വിമർശിക്കാൻ മാത്രമുള്ള എന്ത് യോഗ്യതയാണ് പി ജയരാജനുള്ളത്? മനുഷ്യത്വ വിരുദ്ധതയുടേതാണ് ICS എങ്കിൽ അതേ മനുഷ്യത്വ വിരുദ്ധതയുടെ ഒരു കുറ്റക്കാരനാണ് പിന്നെ പി ജയരാജൻ എന്ന നിലക്ക് വേറെ ആര് ICSനെ വിമർശിച്ചാലും RSSനെ വിമർശിച്ചാലും അതേ കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ പച്ചക്ക് വെട്ടി കൊലപ്പെടുത്തിയ കൊലപാതകത്തിൽ മാത്രമല്ല പലതരത്തിലുള്ള കണ്ണൂരിലെ കൊലപാതകങ്ങളിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ജയരാജന് ICS എന്നല്ല ലോകത്തിലെ ഒരു ക്രൂര സംഘടനയെക്കുറിച്ചും പറയാനുള്ള അവകാശമില്ല എന്നാണ് എന്റെ പരാമർശം. ഞാൻ പറഞ്ഞ അതല്ല. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ബോധോദയം ഉണ്ടാവുന്നതിന്റെ അടിസ്ഥാന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഈ കേസിന്റെ വിധി വരാനിരിക്കുന്നു, പെടാൻ പോകുന്നു, കേന്ദ്രത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനാകുമോ എന്ന അദ്ദേഹത്തിന്റെ ഒരു പരിശ്രമമാണ്. തീർച്ചയായിട്ടും പെട്ടുപോകുമെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. കാരണം ഇതിലെ ഗൂഢാലോചനയിൽ അവർ കൃത്യമായി പങ്കാളിയാണെന്ന് മറ്റാരെക്കാൾ കൂടുതൽ ജയരാജനും അറിയാം, രാജേഷിനും അറിയാം. അതുകൊണ്ട് അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ICS എന്ന് ഇപ്പം ബോധ്യമാവുന്നു. ഞങ്ങൾ അതായിരുന്നു ഇന്നലെയൊന്നും പ്രതികരിക്കാതിരുന്നത്. കാരണം കേസിൽ ഇന്ന് ഏകദേശം പിന്നെ ഇത് കോടതിയുടെ മുമ്പിൽ വരികയാണ്. അത് വരട്ടെ എന്ന് കരുതി കാത്തിരുന്നതാണ്. ഏത് വ്യാഖ്യാനിച്ചേ? അല്ല, എന്റെ ചോദ്യം അദ്ദേഹം പിന്നെ ഏത് തരത്തിൽ സ്റ്റാൻഡ് എടുത്തു, അദ്ദേഹം എങ്ങനെ പറഞ്ഞു എന്നല്ല. ICS ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടേണ്ട സംഘടന തന്നെയാണ്, ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ അതിനെ വിമർശിക്കാനുള്ള പി ജയരാജന്റെ റൈറ്റ്സ് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ പറയുന്നത്. കാരണം അദ്ദേഹം വളരെ ക്രൂരമായ ഒരു കൊലപാതകത്തിൽ അയാളുടെ ഗൂഢാലോചനയെ ഒഴിച്ചു നിർത്താനാവില്ല എന്ന് പറയുന്ന വിധി വന്ന ദിവസമാണെന്ന്. ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾ പരിശോധിക്കും, ഇതേ ക്രൂരതകളുടെ പലതരത്തിലുള്ള വെർഷനുകളല്ലേ ICS നടത്തുന്നത്, ലോകത്ത് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതൊന്നും പറയാൻ കണ്ണൂരിലെ CPMന് അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നവർക്കില്ല. ഞാൻ ഈ വിഷയത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊന്നവർ എന്ന് പറയുന്ന ഒരു പാറ്റേൺ വെറും ടൂള് മാത്രമാണ്. കൊന്നവരെന്ന് പറയുന്നത് ഒരു കത്തി പോലെ ഒരു കേസ് നടക്കുമ്പോൾ പിന്നെ പോലീസ് അന്വേഷിച്ചിട്ട് അതിന്റെ പിന്നെ കണ്ടെത്തുന്നുണ്ട്, കത്തി കണ്ടെത്തി അല്ലെങ്കിൽ കൊടുവാള് കണ്ടെത്തി അല്ലെങ്കിൽ തോക്ക് കണ്ടെത്തി എന്നൊക്കെ പറയുന്ന പോലെ വെറും ടൂള് മാത്രമാണ് ഈ കൊന്നവരൊക്കെ തന്നെ. മറിച്ച് കൊല്ലിച്ചവരാണ് കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികൾ. അവരെ പിന്നെ രംഗത്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു ടാസ്ക്കാണ് ഈ ഷുക്കൂർ കേസിനകത്ത് ഞങ്ങൾ പ്രത്യേകിച്ച് എടുത്തിട്ടുള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത്.